താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് നോക്കിയ ശേഷം ഉടൻ പ്രതികരിക്കാമെന്നാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മാതാവും അഭിനേതാവുമായ ലാൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്, പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളൊരു പ്രതികരണങ്ങൾ കൂടി ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് വന്നിരിക്കുന്ന 2 പ്രതികരണങ്ങൾ. അതാണ് ആ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നത് തന്നെയാണല്ലോ. എന്താണെങ്കിൽ പരിഹരിക്കപ്പെടുന്നു. പഠിച്ചിട്ട് പറയാൻ ഒരുപാട് സമയം വേണം. എന്നാലും ഞാൻ എന്താണെന്നൊന്ന് കേട്ടിട്ട് പറയാം. ഞാൻ ഇതിനെപ്പറ്റി ആരെയും ശല്യപ്പെടുത്തണ്ട. ഇത് എന്നെ ശല്യമല്ല. ഇത് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പറയണം. പക്ഷേ ഞാൻ ഈ പുറത്ത് യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരെ പോയിട്ട് ഞാനൊന്ന് അകത്ത് പോയിട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നു, പറയാൻ ബാധ്യസ്ഥനാണ്. അത് അമ്മയുടെ ജനറൽ സെക്രട്ടറി മാത്രമല്ല, മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാവരും. ആരാണ് ഈ ഉന്നതരെന്ന് മലയാളിക്ക് അറിയണം. ആരാണ് ആ പ്രധാന നടന്മാർ? തിളക്കം നഷ്ടപ്പെട്ട ആ താരങ്ങൾ ആരാണ്? തിളക്കമില്ലാത്ത ആ താരങ്ങൾ ആരാണ്? സംവിധായകർ ആരാണ്? താര സംഘടന പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരമൊന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ ഞാൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷുണ്ട്, ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജുണ്ട്, വൈസ് പ്രസിഡന്റ് ജയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് റിപ്പോർട്ടിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്. നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. വലിയ വിവേചനമുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴേ അതിനകത്ത് പ്രധാന ഭാഗം അതാണ്. വലിയ വിവേചനം ജൂനിയർ ആർട്ടിസ്റ്റുകൾ നൽകുന്നു, സ്ത്രീകൾക്ക് വലിയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് അടുത്ത ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം വിവേചനമൊക്കെ ഉണ്ടെങ്കിലോ അക്രമം ഉണ്ടെങ്കിലോ ഇതിനൊക്കെ നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. അത് എല്ലാ ഭാഗത്തുനിന്നും എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം, ഏത് രീതിയിലാണ് വിവേചനം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും. ഒരുപാട് ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരു മറുപടി പറഞ്ഞത്. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ഇത് പഠിച്ചതിന് ശേഷം മറുപടി പറയും. അതാണ് അതിൻ്റെ കറക്റ്റ്. കാരണം വെച്ചാൽ ഇത് കണ്ടമാനം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇത് വന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോലെ നമുക്കെല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല അതെന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. അപ്പോൾ എന്താണ് അതിനകത്ത് പറയണമെന്ന് അത് നമ്മളെ അല്ലേ, നമ്മൾ എത്രയോ നാൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പഠിച്ചിട്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട്, പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരി ഇങ്ങനെ എല്ലാവരും മറച്ചു വെച്ചിട്ടൊക്കെയാണ്. അത് പണ്ടത്തെ കാലം അങ്ങനെയല്ലേ. ഇപ്പോഴെല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പം കൊടുക്കണില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ കാലഘട്ടം വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഷൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കാണിക്കാം. അങ്ങനെ ഇൻസെക്യൂരിറ്റി വന്നല്ലോ. പണ്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കട്ടെ, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഉൾപ്പെടെയുള്ളവ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വന്ന റിപ്പോർട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അതുപോലെ തന്നെ സ്ത്രീ ആർട്ടിസ്റ്റുകളുടെ ഡോറിൽ മുട്ടാറുണ്ട്, അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് എന്നൊക്കെയാണ് സ്ത്രീ ആർട്ടിസ്റ്റുകളുടെ പ്രതികരണം വന്നിരിക്കുന്നത്.
എന്താണെന്ന് കേൾക്കട്ടെ. എന്താണ് അതൊന്നും അനുവദിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊന്നും ആരും ന്യായീകരിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. അതിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അതിലൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആരെക്കുറിച്ചാണ് പരാതി, ആർക്കാണ് പരാതി, എവിടെയാണ് സംഭവം നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനും സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സാവകാശം കൊടുത്താലോ, അതിനുശേഷം ഞാൻ പറയാം. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം തുറന്ന മനസ്സോടെ ഉണ്ടാവും. അതിന് ഒരല്പം സമയം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് എല്ലാ സപ്പോർട്ടും അമ്മ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. നിയമ നടപടികൾക്കെല്ലാം എല്ലാം അനുകൂലമായി തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം ഉണ്ടായാലും തീർച്ചയായും എല്ലാ സംഘടനകളുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് സന്തോഷം. എന്താണ് പറഞ്ഞു താര സംഘടനയുടെ അഭിപ്രായം, നാടൻ കെട്ട അഭിപ്രായം ഈ മലയാളികൾ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ധൈര്യത്തോടെ ഞങ്ങളോടൊന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? അത് ഞങ്ങളുള്ള വിശ്വാസം കൊണ്ടിട്ടല്ലേ. ഇത് എവിടെ സംഭവിച്ചു, ആർക്കാണ് സംഭവിച്ചത്, ഈ ആരാണ് പരാതിപ്പെട്ടത്, ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. ആർക്കും ആരെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിന് സത്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്ത്രീപക്ഷത്ത് തന്നെ നിൽക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പം തന്നെ എത്രയോ സ്ത്രീകൾ നമ്മളുമായിട്ട് ഇടപെട്ട് വർക്ക് ചെയ്തു. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ, ഇവർക്കൊക്കെ അത്ര സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവർ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ ഉറപ്പ് നമ്മൾ എന്തായാലും കാത്തു സൂക്ഷിക്കുക, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, താങ്ക് യു. വീണ്ടും വീണ്ടും ഈ അഭിനയിക്കേണ്ടത് വെറും തിരശീലയിൽ മാത്രമാണെന്ന് എന്നാണ് താരസംഘടന അമ്മ മനസ്സിലാക്കുക? നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലും നാണംകെട്ട നിലപാട് സ്വീകരിച്ച താരസംഘടന അമ്മ എന്തിനാണ് കണ്ണടച്ചിരിട്ടാക്കുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ പ്രാധാന്യം നടക്കുന്ന സ്റ്റേജ് ഷോയിലാണെന്നാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നത്. ആർക്കെതിരെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത് എന്നറിയണം, ആരാണ് പരാതി പറഞ്ഞിരിക്കുന്നത് എന്നറിയണം. അതിനുശേഷം നമ്മൾ നടപടിയെടുക്കണമെങ്കിൽ അതിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? സിദ്ദിഖ് പറയുന്നു, ആരോടെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് നടപടിയെടുക്കാൻ കഴിയുക? ജസ്റ്റിസ് ഹേമയോടാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളിതാ ആദ്യമായിട്ട് കേൾക്കുന്നു, ഞങ്ങൾക്കൊരു ഐഡിയയുമില്ല എന്ന് പറയാൻ നാണമില്ലേ താരസംഘടന അമ്മയ്ക്ക് എന്നുള്ള ചോദ്യം മലയാളികൾ ചോദിക്കും. ഈ രീതിയിലല്ല മലയാള സിനിമ അഭിനേതാക്കളടക്കം ഉത്തരം പറയേണ്ടത്. എന്താണ് മലയാള സിനിമയിൽ ഇത്ര കാലം കണ്ടത്? പോലീസിനെ എന്തുകൊണ്ട് സമീപിച്ചില്ല? ജീവൽ ഭയം കൊണ്ട്. ഗുണ്ടകളും ബലാത്സംഗ വീരന്മാരും ക്രിമിനലുകളും മാത്രം വാടുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമാണ് മലയാള സിനിമ എന്ന് പ്രേക്ഷകർ, ജനങ്ങൾ മനസ്സിലാക്കുന്നു. ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കൈയടിച്ചത്? ആരുടെ എല്ലാം വാക്കുകൾ, വെള്ളിത്തിരയിലെ വാക്കുകൾ കേട്ടാണ് നമ്മൾ ഹരം കൊണ്ടത്? നമ്മൾ ആരെയെല്ലാമാണ് പ്രധാന താരങ്ങൾ എന്ന് വിളിച്ചത്? പ്രധാന താരങ്ങൾ, ആ താരങ്ങളെ ഒരു നോക്കു കാണാൻ വരെ കാത്തിരുന്ന, നോക്കിയിരിക്കുന്ന, അവരുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം തല്ലി പിടിക്കുന്ന മലയാളി പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കുക? ഏതെല്ലാം വിഗ്രഹങ്ങൾ ഉടയുന്നു? ഇനി എന്തിനാണ്, ആരൊക്കെയാണ് ആ പേരുകൾ എന്ന് പറയേണ്ട ബാധ്യത പോലുമില്ല. കൃത്യമായിട്ട് വ്യക്തമാണ്, മലയാളികൾക്ക് കണ്ടതാണ്.